أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഇതിന് മുമ്പ് കുറച്ച് ഷോർട്ട് വീഡിയോകളൊക്കെ ഇട്ടിരുന്നു. ഞാനിങ്ങനെ വീഡിയോകൾ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും ഓരോ അറിവുകൾ ഉണ്ടാവില്ലേ. അപ്പം എല്ലാവർക്കും വ്യത്യസ്തമായ അറിവുകളായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ അറിവുകളുണ്ടാവും, മക്കളിൽ നിന്ന്, ഭർത്താക്കന്മാരിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന്, അതുപോലെ നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് കിട്ടുന്ന അങ്ങനത്തെ ഒരുപാട് അറിവുകളും സാഹചര്യങ്ങളും അവരുടെ അവസ്ഥകളൊക്കെ ഉണ്ടാവും. എല്ലാവരുടെയും അറിവുകളും വ്യത്യസ്തമായിട്ടുള്ള അറിവുകളായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഞാൻ എൻ്റെ വീഡിയോ കൂടെ പറഞ്ഞ ദിക്റുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാകാം, എവിടെയെങ്കിലും കേട്ടതാകാം. പക്ഷെ ഞാൻ പറയുന്ന സമയത്തായിരിക്കും നിങ്ങൾക്കിത് മനസ്സിലാവാം, ഇത് ഇതിനുള്ള ദിക്റായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇതിനുള്ള ദുഹയായിരുന്നല്ലോ എന്നൊക്കെ. അപ്പോൾ അതൊന്നും കൂടി നിങ്ങളെ ഓർമ്മയിലേക്ക് വരും. നമ്മുടെ അടുത്തുള്ള ഓരോ ചെറിയ അറിവ് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവും നമ്മൾ ഷെയർ ചെയ്ത് അത് അവർക്കൊരു ഉപകാരമാകുമെങ്കിൽ അതൊരു വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മളൊരു അറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ അറിവ് ഈ ഭൂമിയിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതൊരാൾക്ക് ഉപകാരമായിട്ട് അയാൾക്കൊരു ഗുണം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ മരിച്ചു പോയാലും നമുക്കതിൻ്റെ ഒരു പ്രതിഫലം കിട്ടുന്നതാണ്. ഇന്ന് മോള് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിരുന്നു. നിങ്ങൾക്കറിയില്ല, ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ അത് ആ പോയിങ്ങാണ്ട് അനുഭവിച്ചവർക്കറിയാം അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. എത്രക്ക് പഠിച്ച ആൾക്കാരാണെങ്കിലും ആ ഒരു ദിവസം ടെസ്റ്റിന് പോകുമ്പോൾ വല്ലാത്തൊരു പേടിയും ബേജാറൊക്കെയാണ് അല്ലേ. നിങ്ങൾക്ക് പോയവർക്കറിയാം, എനിക്കും അനുഭവമുള്ളൊരു കാര്യമാണിത്. മോള് കോളേജിലേക്ക് പോകാനും വരാനൊക്കെ സ്കൂട്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. അപ്പോൾ സാധാരണ ചെക്ക് ചെയ്യുമ്പോൾ ഹെൽമെറ്റാണല്ലോ ചെക്ക് ചെയ്യുക. പക്ഷേ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെയൊന്നും പറ്റാതിരിക്കട്ടെ, പക്ഷേ പറ്റിക്കഴിഞ്ഞാൽ ലൈസൻസ് നിർബന്ധമാണ്. അപ്പോൾ അവൾ എന്തായാലും ലൈസൻസ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കോളേജിന് ലീവിലെ ദിവസങ്ങളിൽ അവൾ 8 പഠിക്കാൻ വേണ്ടി പോയി. അധിക ദിവസമൊന്നും പോയിട്ടില്ല, ആകെ 2-3 ക്ലാസ്സിന് പോകാൻ പറ്റിയിട്ടുള്ളൂ. കോളേജ് ഉണ്ടായതുകൊണ്ട് ലീവ് ഉണ്ടാവില്ലല്ലോ. റോഡ് പിന്നെ അറിയുന്നതുകൊണ്ട് അവൾക്കത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 8 ക്ലിയർ ആക്കി എടുക്കുക, അത്രേ ഉള്ളൂ. എത്ര പഠിഞ്ഞ ആൾക്കാണെങ്കിലും 8 ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാനും ചിലപ്പോൾ. അങ്ങനെ അവളൊരു ലീവിലെ ദിവസത്തിൽ പോയിട്ട് ഒരു 3-4 ക്ലാസ് ശരിക്കും 8 പഠിച്ചു എന്ന് പറഞ്ഞു. എന്നാലും അവൾക്ക് ടെസ്റ്റിൻ്റെ ദിവസം വന്നെത്തിയപ്പോൾ ഭയങ്കര ഒരു പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ടെൻഷന്, അങ്ങനെയൊക്കെ എന്താവുന്നില്ലത്. അപ്പം ഞാനും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് എന്നോട് ഓരോ അവസ്ഥകളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴും ഇങ്ങനെ ചോദിക്കണേ, അങ്ങനെ കാരമ്മ അങ്ങനെയാണോ, ഇവിടുത്തെ പോലെ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ടെൻഷൻ അടിക്കാം. ഞാനിത് പഠിക്കാൻ പോയി നിന്നും എൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടി നല്ലൊരു 18-20 വയസ്സായ കുട്ടി, ഗ്രൗണ്ടിൽ നിന്ന് നല്ലോണം ഇട്ടിരുന്നു. പക്ഷേ ടെസ്റ്റിൻ്റെ അടുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൾ തൊട്ട് പൊട്ടി. അവിടെ എത്തുമ്പോൾ അവൾക്ക് എന്താണോ കയ്യും വിറക്കുക, പേടി, ബേജാറ്, അങ്ങനെയൊക്കെ ആയിട്ട് 2 പ്രാവശ്യം പോയിട്ടും അവൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ 3ാമത് അവൾക്ക് കിട്ടുമെന്നില്ലത് ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് കൂടെ പഠിക്കാൻ വന്നവർക്ക് തന്നെ ഗ്രൗണ്ടിൽ നിന്ന് ശരിക്കിടും. പിന്നെ അവിടെ പോയാൽ ഭയങ്കര പേടി, ഇടങ്ങേറ്, ടെൻഷനാവുക, കൊയങ്ങുക, അങ്ങനെയൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റിന് പോകാൻ അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. എത്ര നമ്മൾ പഠിച്ചിട്ട് പോയാലും അവിടെ എത്തുമ്പം ഒരു പേടിയില്ലാതെ ധൈര്യത്തോടു കൂടി ചെയ്യാൻ പറ്റുക, അത് ടെസ്റ്റ് പാസ്സാകാന്നൊക്കെ പറഞ്ഞാൽ ലക്ക് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, അത് നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ ഒരു എച്ചായാലും 8 ഒരു കമ്പിമ വല്ലതും തട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആർഡിയോമാർ നമ്മൾ ടെസ്റ്റിൻ്റെ പേപ്പറിൽ റെഡ് പേനുകൊണ്ട് ഒരൊറ്റ വരെയാണ്. പിന്നെ നമുക്കൊന്നുകൂടെ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത ടെസ്റ്റിന് പോകുക. അങ്ങനെ 2-3 ടെസ്റ്റുകൾ ചെയ്തിട്ട് പാസ്സാകാതെ സങ്കടപ്പെടുന്ന എത്രയോ ആൾക്കാരെ ഞാനന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഈ ഒരു ഇടങ്ങാറും ബുദ്ധിമുട്ടൊന്നും ഞാൻ മോളോട് പറഞ്ഞില്ലായിരുന്നു. മോളോട് ഞാൻ പറയുന്നു, ഇവിടത്തിലാറെ ഈസിലെ സ്കൂട്ടിക്കാരം അവിടെ ഓട്ടാനുണ്ടാവുക, അതുകൊണ്ട് കുഴപ്പമില്ല, സുഖമാണ്, നീ ധൈര്യമായിട്ട് പോയിക്കോന്ന് ഞാൻ മോളോട് പറഞ്ഞിരുന്നത്. ഒരു ടെൻഷനും വേണ്ട, കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ധൈര്യത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. മോള് നല്ലപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ധൈര്യം ഉണ്ടായിരുന്നു, കിട്ടുന്നില്ലത് പറയാനും. പക്ഷേ എത്ര പഠിച്ചാലും ഞാൻ പറഞ്ഞില്ല, അവിടെ എത്തിയിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ലക്കിയാണ്. പിന്നെ മോള് ഡ്രൈവിംഗ് സ്കൂൾക്ക് പഠിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നതൊക്കെ ബിസ്മി ചൊല്ലിങ്ങാണ്ട് തുടങ്ങണം. ബിസ്മി കൊണ്ട് നമ്മൾ എന്ത് തുടങ്ങിയാലും അതിനൊരു പ്രത്യേക ബർക്കത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്നതൊന്നും നമുക്ക് പരാജയമാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും തുടക്കത്തിൽ ബിസ്മിയോട് കൂടി തുടങ്ങാം. നമ്മളും തന്നെ അങ്ങനെ ശീലാക്കുക. പിന്നെ മക്കളോട് നമ്മൾ അതങ്ങനെ പഠിപ്പിച്ചെടുക്കുക, ബിസ്മിയോട് കൂടി തുടങ്ങുന്നത്. ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും, പിന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരും. എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തുടക്കത്തിൽ ബിസ്മി നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിലാണ് വരും. അപ്പോൾ മോളെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു രാവിലെ 6:30-7 മണിയാകുമ്പോഴത്തേന് അവിടെ എത്താൻ പറയുന്നത്. ഏകദേശം ഞങ്ങളെ വീട്ടിൽ നിന്നൊരു 20 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് അവിടേക്ക്. അങ്ങനെ ഒരു സുബൈക്ക് ഒരു 5 മണി നേരത്തെ ചായയൊക്കെ കുടിച്ചിട്ട് ഒരു 5 സുബൈ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ മോളോട് ഇറങ്ങുന്ന സമയത്ത് തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്ന ദിക്ർ ചൊല്ലാൻ പറഞ്ഞു. പിന്നെ യാ ഫത്താഹു യാ അല്ലാഹ് ഞാൻ തന്നെ ഓർക്കാൻ പോയപ്പം
സ്കൂട്ടിയിലാണല്ലോ പോവുക, ടെസ്റ്റിന് സ്കൂട്ടി ആണല്ലോ. അപ്പോൾ ഞാൻ വണ്ടിമേൽ കയറിയപ്പോഴൊക്കെ അവിടെ ഞാൻ യാ ഫത്താവ് യാ അള്ളാ ചൊല്ലി പറഞ്ഞു. അങ്ങനെ അവിടെ ചൊല്ലാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ടെസ്റ്റിന് വണ്ടിമേൽ കയറുമ്പോഴും പിന്നെ ഇട്ടിടാൻ വേണ്ടി കയറുമ്പോൾ ഞാൻ പറയുന്ന മോളോട് ബിസ്മി ചൊല്ലിയിട്ട് കയറണം, മനസ്സിൽ യാ ഫത്താവ് യാ അള്ളാ അങ്ങോട്ട് കയറണം, പെട്ടെന്ന് അങ്ങോട്ട് കയറരുത്. ഒന്ന് എല്ലാവരും ടെസ്റ്റ് ചെയ്യണത് നോക്കി നിന്നിട്ട് പേടിയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ബാക്ക് നിൽക്കണം. അവിടുന്ന് വരിയായിട്ടേ കയറിൽ നിൽക്കുക. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞിരുന്നു, ചിലപ്പോൾ 2 വരിയായിട്ട് മാറ്റും, ഒറ്റ വരില്ലത്. അപ്പോൾ തന്നെ ഫസ്റ്റ് പെടുകയാണെങ്കിൽ ഒന്ന് ബാക്കൊക്കെ നിന്നുള്ളതുകൊണ്ടോ, എനിക്ക് എപ്പോഴാണോ കോൺഫിഡൻസ് തോന്നുന്നത് അപ്പോൾ ഈ പോയിട്ടുള്ളതുകൊണ്ട് പറഞ്ഞു ശ്രദ്ധിക്കാനൊക്കെ നല്ലോണം പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് പറഞ്ഞയച്ചത്. അങ്ങനെ മോള് പോയി അവളെ യാത്ര അയച്ചിട്ട് ഞാൻ സുബഹിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ഞാൻ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ നല്ലപോലെ ദിക്റുകളും നിസ്കാരത്തിന് ശേഷം ദിക്റുകളും കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ ഫത്തഹ് സൂറത്തുണ്ട് അതൊന്നും മതി. പക്ഷേ മനസ്സിൽ നിയത്ത് മോൾക്ക് കിട്ടുന്നില്ല, നീയത്തോട് കൂടി ഫത്തഹ് സൂറത്തും പിന്നെ യാസീൻ, ഖുർആൻ്റെ ഹൃദയമായ യാസീൻ സൂറത്തും അവൾക്ക് കിട്ടണം എന്നൊരു നീയത്തോടു കൂടി ഞാനത് ഓതി. മനസ്സിൽ ഫുള്ള് അവൾക്ക് കിട്ടണം എന്നുള്ള ആ ഒരു മനസ്സായിരുന്നു. അവൾ ഇട്ടിട്ട് കണ്ട് വിജയിച്ച് വരുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷം മോളെ മുഖത്ത് കാണുന്നതായിരുന്നു ആ ഖുർആൻ ഓതിയപ്പോൾ ഫുള്ള് ആ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ വിജയത്തിൻ്റെ 2 സൂറത്തുകളായ ഫത്തഹ് സൂറത്ത്, അത് വിജയത്തിൻ്റെ സൂറത്താണല്ലോ ഫത്തഹ് സൂറത്ത്, അതും ഖുർആൻ്റെ ഹൃദയമായ യാസീൻ. നമ്മൾ യാസീൻ മുൻനിർത്തിക്കൊണ്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും എന്നാണ് പറയാറ്. അപ്പോൾ ഞാൻ ഈ 2 സൂറത്തുകളും ചൊല്ലി അള്ളാഹുവിനോട് നല്ലോണം പ്രാർത്ഥിച്ചു. പിന്നെ അവളുടെ ഒരു സമാധാനത്തിനും ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നീ സുബഹിസ്കാരം വേണ്ടിയിട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു പേടി പഠിക്കണ്ട, അമ്മച്ചിൻ്റെ പ്രാർത്ഥന എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അവിടെ ധൈര്യമായിട്ട് പോയി വാ, ഞാൻ വിളിക്കൂല, എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കൊണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞോളൂ ഞാൻ. പിന്നെ കുട്ടികൾക്ക് അവളതായുള്ള കുട്ടികൾക്കൊക്കെ സ്കൂളിലുള്ളതുകൊണ്ട് ഞാൻ കിച്ചണിലൊക്കെ കയറി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ നമുക്കറിയുന്ന ഓരോ ദിക്റുകൾ, അതുപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാനങ്ങനെ മനസ്സിലിങ്ങനെ ചൊല്ലിയത്. ഏകദേശം ഒരു 9 മണി ആകുമ്പോഴത്തേന് എനിക്കൊരു ഇടങ്ങേറ് കിട്ടിയോ, എന്താ ടെസ്റ്റ് പാസ്സായോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് വിളിച്ച് നോക്കിയപ്പോൾ അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, കയറിയിട്ടില്ല കാരണം. അങ്ങനെ അത് ഫോൺ ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കൊണ്ട് എനിക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു മോളോട് ഈ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കൊണ്ട്, പക്ഷേ നമുക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടേ ഞാൻ അങ്ങോട്ട് തന്നെ വിളിച്ചു. പിന്നെ അപ്പോൾ മോളിനോട് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കേണ്ടത് പറഞ്ഞു. വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉമ്മ കിട്ടിയിട്ടോ പാസ്സായി പറഞ്ഞു. പിന്നെ 8 കിട്ടിയായിരുന്നു. 8ആണല്ലോ വലിയ പ്രശ്നം. പിന്നെ റോഡ് പിന്നെ അവൾക്ക് എന്തായാലും അറിയും, കുറേ പോയി പരിചയമല്ലതല്ലേ. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അത് കിട്ടി, ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ടെസ്റ്റിന് പോകുമ്പം കുട്ടികൾ പോവുകയാണെങ്കിൽ ഉമ്മമാർ നല്ലപോലെ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും കിട്ടും. നമ്മളെ ടെസ്റ്റിന് പോകുകയെന്ന് പറഞ്ഞാൽ ഏത് ചെറിയ പ്രായമുള്ളവരായാലും ഏത് പിന്നെ വീട്ടിൽ നിന്ന് നല്ലോണം പഠിച്ചിട്ട് പോയവരായാലും അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലക്കിയാണ്. ഫസ്റ്റത്തെ പ്രാവശ്യമൊക്കെ 2, 3 പോയിട്ട് കിട്ടാതെ, ഇപ്പോൾ ഈ മോള് പോയ ഇന്നത്തെ ദിവസം തന്നെ ഒരുപാട് പേര് കിട്ടാതെ ഭയങ്കര സങ്കടത്തോട് കൂടിങ്ങാണ്ട് നിൽക്കുന്നവരുണ്ട് പറഞ്ഞു. അവർ 2ാമത്തെ 3ാമത്തെ പ്രാവശ്യമാണ്. മോൾ ആ സങ്കടം എന്നോട് ഇങ്ങനെ പറയാം. മോളിനോട് പറയാണ് എന്തോ ഒരു ശക്തി, എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുക, എനിക്കെന്താണോ വലിയൊരു പേടി തോന്നിയില്ല, എനിക്കപ്പം എൻ്റെ ഇപ്പം എന്തോ ഒരു ശക്തി ഇല്ല മാതിരി, ഞാനത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു കുഴപ്പമില്ല അതിട്ട് പോകുന്നു മാറും. അപ്പോൾ അതൊക്കെ ഞാൻ കേട്ടപ്പോൾ കരുതി നമ്മൾ ഈ പ്രാർത്ഥനൻ്റെ കാര്യം, ഉമ്മാരെ പ്രാർത്ഥന മക്കൾക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ അവർ പോയ സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് കിട്ടുമല്ലേ. അൽഹംദുലില്ലാഹ് അള്ളാഹുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ അള്ളാഹുവിനോട് ചോദിച്ചിട്ടൊന്നും അള്ളാഹു ഇതുവരെ എനിക്ക് അങ്ങനെ തരാതെ തന്നിട്ടില്ല. അധികവും കാര്യങ്ങളും തന്നിട്ട് തന്നെ ഉള്ളൂ, അങ്ങനെ സങ്കടപ്പെടുത്തിയിട്ടില്ല. പിന്നെ ചില ഇതൊക്കെ തരാതെ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പഠിച്ചോൻ തരാൻ കരുതാത്തൊരു സംഭവങ്ങളേക്കാരം, അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഈ കാര്യം, അതുകൊണ്ടായിരിക്കും പഠിച്ചോൻ നമുക്ക് തരാത്തത്. ഞാൻ അങ്ങനെയാണ് കരുതൽ. പിന്നെ എല്ലാം ചോദിക്കണതൊക്കെ തന്നോളണമെന്നില്ലല്ലോ, എല്ലാം തന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു ഇതില്ലത് പഠിച്ചോനെ നമ്മൾ മറക്കണ ഒരു പരിപാടിയാണുള്ളത്. പഠിച്ചോനെ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തരാതെ നിൽക്കുമ്പോൾ ഒന്നും കൂടി പഠിച്ചോനൊരു അടുപ്പുണ്ടാവില്ല നമുക്ക്. നമ്മൾ ചോദിച്ചു ഇങ്ങനെ വാങ്ങുമ്പോൾ ഒരുപാട് ദിക്റുകൾ ഖുർആനുകൾ അങ്ങനെ ചൊല്ലുമ്പോൾ പിന്നെ എന്തായാലും അതൊന്നൊരു നല്ല കാര്യമാണല്ലോ. നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പഠിച്ചോൻ്റെ അടുത്തേക്ക് നാളേക്കൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്. എന്തായാലും പഠിച്ചോൻ്റെ ഖുർആനുകളും ഹദീസുകൾ ദിക്റുകളൊക്കെ വെച്ച് നമ്മൾ ചെയ്തതൊന്നും ഇതുവരെ അങ്ങനെ പരാജയമായിട്ടില്ല. അൽഹംദുലില്ലാഹ് പഠിച്ചോൻ്റെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ അള്ളാഹു എനിക്ക് പ്രാർത്ഥിച്ചിട്ടും തന്നിട്ടില്ലെങ്കിൽ ഞാൻ അൽഹംദുലില്ലാഹ് എന്നാണ് പറയൽ. കാരണം വെച്ചാൽ അതിൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടാത്തൊരു സംഭവീകാരം അതെനിക്ക് പഠിച്ചോൻ തരാൻ കരുതാത്തീകാരം. അതുകൊണ്ട് തന്നെ ഞാൻ അൽഹംദുലില്ലാഹ് എന്നുകൊണ്ട് അതും ഞാൻ നേരിടും. അപ്പോൾ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഓരോ ദിക്റുകൾ ദുആകൾ ഖുർആനിലെ ഓരോ സൂറത്തുകൾ ആയത്തുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും അതിൻ്റെ ഒരു പ്രതിഫലം തീർച്ചയായിട്ടും ലഭിക്കും, കിട്ടും എന്നൊരു വിശ്വാസത്തോടു കൂടി നമ്മുടെ മനസ്സിലെ വേറെ ചിന്തകളെല്ലാം മാറ്റി വെച്ചിട്ട് എന്തുദ്ദേശത്തിനാണോ നമ്മൾ ഇത് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്കത് കിട്ടും. ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് മാത്രം നമ്മൾ വിചാരിക്കുക.
എന്തായാലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. അത് നമ്മുടെ തടസ്സങ്ങളെ തട്ടി നീക്കാനുള്ളൊരു ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്ത് നിസ്സാര കാര്യമായാലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ എന്ത് കിട്ടിയാലും തന്നെ നമ്മൾ അൽഹംദുലില്ലാഹ് എന്നുള്ളത് അള്ളാഹുവിനോട് പറയണം. ചിലപ്പോൾ അള്ളാഹു നമ്മൾ ചോദിക്കുന്നത് നമുക്കപ്പം തന്നോളണമെന്നില്ല. പിന്നീട് അതിലും വലുതായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യം നമുക്ക് പടച്ചോൻ തരുന്നതായിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോയിലൂടെ വന്നത്. ഇനി നിങ്ങൾക്കിതൊരു ഉപകാരമാവുകയാണെങ്കിൽ അത് ആവും ചെയ്യട്ടെ എന്ന് കരുതി. ഞാനീ പറയുന്ന വീഡിയോകളിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം, പുറത്തു തരണം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം. എൻ്റെ പ്രാർത്ഥനയിൽ തീർച്ചയായും നിങ്ങളെയും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മുടെ എല്ലാം ജീവിതം അള്ളാഹുവിൻ്റെ ഐശ്വര്യവും ബർക്കത്തും റഹ്മത്തുമുള്ള നല്ലൊരു ജീവിതമാക്കി അള്ളാഹു മാറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.